വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നൊരു ട്രാവലിംഗ് വ്ളോഗാണ്. നമ്മൾ ഹസ്തിനാപൂർ എന്ന് പറയുന്നൊരു അമ്പലത്തിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്വാർട്ടേഴ്സിൽ നിന്ന് ഏകദേശം 1 മണിക്കൂറോളം ഉണ്ട് അങ്ങോട്ടേക്കുള്ള യാത്ര. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ വഴിയിലൂടെ കാണാം. ഞങ്ങളുടെ താഴത്തെ ക്വാർട്ടേഴ്സിലെ ഫാമിലി ആയിട്ടാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. അപ്പോൾ അവരുടെ നാട് മധ്യപ്രദേശാണ്. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ക്വാർട്ടേഴ്സിൽ നിന്ന് ഒരു 2:45 ആയപ്പോഴാണ് കേട്ടോ ഇറങ്ങിയത്. ഒരു പ്ലാനിങ് ഇല്ലാതെയാണ് കേട്ടോ നമ്മൾ ഹസ്തിനാപൂർ പോയത്. കാരണം ഇവർക്ക് അന്നത്തെ ദിവസം ഓഫ് ആയതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തീരുമാനിച്ചതാണ് പോകാനായിട്ട്. 4 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ അമ്പലത്തിൽ എത്തിച്ചേർന്നു കേട്ടോ. വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ അമ്പലത്തിലേക്കാണ് കേട്ടോ പോയത്. അമ്പലത്തിലേക്ക് കയറുന്നതിന് മുന്നേ നമ്മൾ ചെരുപ്പുകളെല്ലാം ഒരു സഞ്ചിയിലാക്കി അവിടെ കൊടുക്കണം. അതിനുശേഷം മാത്രമേ നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ കഴിയുള്ളൂ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി അമ്പലത്തിലേക്ക് കയറി കേട്ടോ. ഉത്തർപ്രദേശിലെ മീററ്റ് ജില്ലയിലാണ് ഹസ്തിനാപൂർ സ്ഥിതി ചെയ്യുന്നത്. സംസ്കൃത ഭാഷയിൽ ഹസ്തിന എന്നാൽ ആനയെന്നും പുരം എന്നാൽ നഗരമെന്നുമാണ് അർത്ഥം. ആനകളുടെ നഗരം എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. മഹാഭാരതവുമായി ഏറെ ചേർന്നു കിടക്കുന്ന ഒരിടമാണ് ഹസ്തിനാപൂർ. ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ചെറിയൊരു അമ്പലം താഴെയുണ്ട്. അതിനുശേഷം അവിടെ തൊഴുതതിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ മുകളിലേക്ക് പോയത്. ആളുകൾ വരുമ്പോൾ മാത്രമാണ് അവിടെ തുറന്നു കൊടുക്കുന്നത് അകത്തേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ട്. മഹാഭാരതത്തിലെ കൗരവരുടെ രാജവംശം സ്ഥിതി ചെയ്യുന്ന ഇടമായിരുന്നു ഇവിടം. പഴയ ഗംഗാ നദിയുടെ തീരത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന ഈ നഗരം സാഹിത്യത്തിലും ചരിത്രത്തിലുമൊക്കെ കൗരവന്മാരുടെ നഗരമായാണ് അറിയപ്പെടുന്നത്. മുകളിലേക്ക് ചെല്ലുമ്പോൾ ചെറിയൊരു ഗ്ലാസ് ബ്രിഡ്ജ് കാണാം. അതിലൂടെ നോക്കിയാൽ നമുക്ക് അമ്പലത്തിൻ്റെ ഒരു ഫുൾ വ്യൂ കാണാം. ഹിന്ദുമതത്തിന് മാത്രമല്ല ജൈനമതത്തിനും ഒട്ടേറെ പ്രാധാന്യമുള്ള സ്ഥലമാണ് ഹസ്തിനാപുരി. 3 തീർത്ഥങ്കരന്മാരുടെ ജന്മസ്ഥലം എന്ന നിലയിലാണ് ഇവിടം ജൈനമതക്കാർക്ക് ഏറെ പ്രധാനപ്പെട്ട സ്ഥലമായി തീർന്നിരിക്കുന്നത്. ശ്രീ ദിഗംബർ ജൈനക്ഷേത്രം, ജമ്മുദ്വീപ്, കൈലാഷ് പർവ്വത്, ശ്വേതാംബർ ജൈനക്ഷേത്രം തുടങ്ങിയവയാണ് ഇവിടുത്തെ പ്രസിദ്ധമായ ജൈൻ ആരാധനാ കേന്ദ്രങ്ങൾ. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് തൊഴുതിറങ്ങിയതിന് ശേഷം അടുത്ത സ്ഥലത്തേക്കാണ് കേട്ടോ പോയത്. ജമ്മുദ്വീപിലേക്കാണ് കേട്ടോ പോയത്. അത് അടുത്തൊരു ജൈനമത കേന്ദ്രമാണ്. എല്ലായിടവും വളരെ മനോഹരമായിട്ടാണ് കേട്ടോ ഇവിടെ അലങ്കരിച്ച് വെച്ചിരിക്കുന്നത്. ഈ ഒരു ചെറിയൊരു അമ്പലം കണ്ടപ്പോൾ എനിക്ക് ലോട്ടസ് ടെമ്പിൾ ആണ് കേട്ടോ ഓർമ്മ വന്നത്. ആ ഒരു ആകൃതിയിലാണ് അവരത് പണിഞ്ഞിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് വീണ്ടും അടുത്തൊരു സ്ഥലത്തേക്ക് പോവാണ് കേട്ടോ. അവിടെ നമ്മൾ ചോദിച്ചപ്പോൾ തൊട്ടടുത്തായിട്ട് പാണ്ഡവ മഹൽ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ പാണ്ഡവ മഹലിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് തൊട്ടടുത്തുള്ള ചായക്കടയിൽ കയറി അവിടെ നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ടാണ് കേട്ടോ പോകുന്നത്. എല്ലാ ഷോപ്പിലും ഈ മട്കയിലാണ് കേട്ടോ ചായ തരുന്നത്. ഇവിടെ ആദ്യമൊക്കെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര ക്രേസായിരുന്നു കേട്ടോ ഈ മട്കയിൽ ചായ കുടിക്കുക, എന്നിട്ട് ആ ഗ്ലാസ് പൊട്ടിക്കുക. അങ്ങനെ ഞങ്ങൾ നേരെ പാണ്ഡവ മഹലിലേക്കാണ് കേട്ടോ പോകുന്നത്. ഹസ്തിനാപുരിയുടെ നശിക്കപ്പെട്ട സ്ഥലങ്ങളുടെ ഇടയിലായി സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധ ക്ഷേത്രമാണ് പാണ്ഡേശ്വര ക്ഷേത്രം. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിനടുത്ത് എത്തി കേട്ടോ. അപ്പോൾ വെളിയിലായിട്ട് പാർക്കിംഗ് സൗകര്യമൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം അമ്പലത്തിനുള്ളിലേക്ക് കടന്നു. 7000 വർഷം പഴക്കമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ ക്ഷേത്രത്തിന് സമീപത്ത് വെച്ചാണ് കൗരവരും പാണ്ഡവരും വേദങ്ങളും പുരാണങ്ങളും അഭ്യസിച്ചത്. ഒരു മലയുടെ മുകളിലായി സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിന് ചുറ്റിലുമായി ധാരാളം ഉപക്ഷേത്രങ്ങളും സ്മാരകങ്ങളും കാണാൻ സാധിക്കും. BC 4000 നിർമ്മിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കപ്പെടുന്ന കർണക്ഷേത്രം പാണ്ഡേശ്വര ക്ഷേത്രത്തിന് സമീപത്തായിട്ടാണ് ഉള്ളത്. കർണനാണ് ഈ ക്ഷേത്രത്തിലെ ശിവലിംഗം പ്രതിഷ്ഠിച്ചത് എന്നും ഒരു വിശ്വാസമുണ്ട്. ഇവിടെയെല്ലാം നമ്മൾ തൊഴുതിറങ്ങിയതിന് ശേഷം പിന്നെ നമ്മൾ നേരെ പോകുന്നത് പാണ്ഡവന്മാർ താമസിച്ചിരുന്ന സ്ഥലത്തേക്കാണ് കേട്ടോ. അപ്പോഴത്തേക്ക് സമയം ഒരു 6:30 6:45 ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവിടെ എല്ലാം ഇരുട്ട് മൂടി കിടക്കുന്നത്. കുറച്ച് നടക്കാനുണ്ടായിരുന്നു കേട്ടോ. അതുമാത്രമല്ല ഇവിടെ ചുറ്റിലും കുരങ്ങന്മാരായിരുന്നു. ചെറുതായിട്ട് മഴയും പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ സ്ഥലത്തായിരുന്നു കേട്ടോ പാണ്ഡവന്മാരുടെ വീടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പാണ്ഡവ മഹൽ എന്നറിയപ്പെടുന്നത്. നമ്മുടെ സ്കൂൾ കാലങ്ങളിൽ നമ്മൾ പഠിച്ചിരുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ അവിടെ പോയി കണ്ട് അത് യാഥാർത്ഥ്യമാകുമ്പോഴാണ് നമ്മളെ കൂടുതൽ ചിന്തിപ്പിക്കുന്നത് അല്ലേ. അങ്ങനെ ഞങ്ങൾ അവിടെയെല്ലാം കണ്ടിറങ്ങി നേരെ വീട്ടിലേക്കാണ് കേട്ടോ പോയത്. അപ്പോൾ തന്നെ സമയം 8 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് എടുത്ത കുറച്ച് ഫോട്ടോസ് കൂടി ലാസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഹസ്തിനാപുരിയുടെ വിശേഷങ്ങൾ.
പുതിയതായിട്ട് ഈ വീഡിയോസ് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ ബൈ, ടേക്ക് കെയർ.